Hello dear students, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ നമ്മൾ കാണും. നമ്പർ 1 ഫോർമൽ ഡെഫിനേഷൻ ഓഫ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റൺ. നമ്പർ 2 ടൈപ്സ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റൺ. നമ്പർ 3 ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റൺ. ടൈപ്സിൽ 2 ടൈപ്പ് ഉണ്ട്, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റൺ ആയിരിക്കും. ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർവ്യൂ ആയിരിക്കും നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്താണ്, അതിൻ്റെ ഫോർമൽ ഡെഫിനേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു കോഫി വെൻഡിങ് മെഷീൻ ഒരു സിമ്പിൾ ഓട്ടോമേറ്റനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അതെന്താ ചെയ്യുന്നത്? ഇറ്റ് റീഡ്സ് എ സീക്വൻസ് ഓഫ് സിമ്പിൾസ്. സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട്, ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആൽഫബറ്റ് നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് സിമ്പിളിനെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇറ്റ് മേക്സ് സർട്ടൺ ഡിസിഷൻ. ഓക്കെ, വെദർ ടു ഗിവ് ദ കോഫി ഓർ നോട്ട്. കോഫി കൊടുക്കാൻ ആയെങ്കിൽ ഇറ്റ് ബിക്കംസ് അക്സെപ്റ്റഡ്, റൈറ്റ്? സോ എന്തൊക്കെ ഡിസിഷൻ ആയിരിക്കും? ഒന്ന് അക്സെപ്റ്റഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ റിജക്റ്റഡ് സ്റ്റേറ്റ്, റൈറ്റ്? സോ എന്താണ് ബേസിക്കലി ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റൻ ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലോട്ട് പോവാണ് ബൈ ടേക്കിംഗ് സം ഇൻപുട്ട്. അപ്പോൾ ഈ ഇൻപുട്സ്, ഒരുപാട് ഇൻപുട്സ് നമ്മൾ എന്ത് പറയും? സീക്വൻസ് ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് ഫോർമലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് നമ്പർ 1 വി ഹാവ് ടു റിമെമ്പർ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഫിക്സ്ഡ് നമ്പർ ഓഫ് പ്ലേസസ് ഓർ കണ്ടീഷൻസ് ആൻഡ് ഓട്ടോമേറ്റോൺ ക്യാൻ ബി, റൈറ്റ്? ഇപ്പോൾ ഒരു കോഫി വെൻഡിങ് മെഷീൻ്റെ ഒരു ഓട്ടോമേറ്റൻ നമ്മൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ S5 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ S5 എന്ന് പറയുമ്പോൾ ദറ്റ് മീൻസ് 5 rupees കോയിൻ ഹാസ് ബീൻ ഇൻസേർട്ടഡ്. നൗ ദാറ്റ് മെഷീൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് S5. ദാറ്റ് മീൻസ് അതൊരു വേറെ സ്റ്റേറ്റിലോട്ട് മാറിയിരിക്കുകയാണ്. ഇനീഷ്യൽ ഒന്നുമില്ല, കാശൊന്നും ഇല്ല, ഇട്ടിട്ടില്ല, ആ സ്റ്റേറ്റിൽ നിന്നും മാറി S5 സ്റ്റേറ്റിലോട്ട് വരുവാണ്. അപ്പോൾ ഫിക്സ്ഡ് നമ്പർ ഓഫ് പ്ലേസസ് ഓർ കണ്ടീഷൻ ആൻഡ് ഓട്ടോമേറ്റോൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ മെഷീൻ ക്യാൻ ബി, അതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇറ്റ് ക്യാൻ ഓൺലി റിമെമ്പർ വിച്ച് സ്റ്റേറ്റ് ദ മെഷീൻ ഈസ് ഇൻ. ഓക്കെ, പ്രീവിയസ് എല്ലാ സ്റ്റേറ്റ്സിനും അതിന് റിമെമ്പർ ചെയ്യാൻ പറ്റത്തില്ല. ഫൈനൈറ്റ് ഓട്ടോമേറ്റൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റിലാണ് അത് ഉള്ളത്, ആ സ്റ്റേറ്റിന് മാത്രമേ അതിന് റിമെമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോമേറ്റൻ ഏത് കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഏത് പ്ലേസിലാണ് ഇരിക്കുന്നത്, അതിനാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്പർ 1 സ്റ്റേറ്റ് നമ്മൾ നേരത്തെ വീഡിയോസിൽ നമ്മളിത് കണ്ടിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇൻപുട്സ്. ഇൻപുട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സിമ്പിൾസ്, റൈറ്റ്? ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് മാറുന്നത്. അത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ആൽഫബറ്റിൽ നിന്നാണ്. സോ എ സ്പെസിഫിക് സെറ്റ് ഓഫ് സിമ്പിൾ ഇറ്റ് ക്യാൻ റീഡ്, ദാറ്റ് ഈസ് ഇൻപുട്ട്, റൈറ്റ്? സോ ഇഫ് ഇറ്റ് എൻകൗണ്ടേഴ്സ് എ സിമ്പിൾ നോട്ട് ഇൻ ഇറ്റ്സ് ആൽഫബറ്റ് ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്സ്. കാരണം അതിന് മനസ്സിലാവുന്നില്ല, റൈറ്റ്? ഇപ്പോൾ നമ്മൾ കോഫി വെൻഡിങ് മെഷീനിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻപുട്ട് കൊടുത്തത്? ഇൻസേർട്ട് 5, ഇൻസേർട്ട് 10, പിന്നെ റെഡി ബട്ടൺ, കോഫി കിട്ടാൻ വേണ്ടി. ഇത് മൂന്നും അല്ലാതെ വേറെ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുവാണ് മെഷീനിലെങ്കിൽ, ഇപ്പം നമ്മൾ എന്താണ്, സപ്പോസ് വേറൊരു കൺട്രീൻ്റെ കറൻസിയാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്, അതിനെ റീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ ആൽഫബറ്റ് സെറ്റിൽ, ആ ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് പ്രതീക്ഷിക്കുന്ന ഇൻപുട്ട് അതിനകത്ത് വരുന്നില്ല എങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് സ്റ്റേറ്റ്സ് ആൻഡ് വാട്ട് ആർ സ്റ്റേറ്റ്സ് ആൻഡ് വാട്ട് ആർ ഇൻപുട്സ്. മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കേണ്ടത് ഒബ്വിയസ്ലി ട്രാൻസിഷൻസ് ആണ്. ട്രാൻസിഷൻസ് എന്ന് പറയുമ്പോൾ റൂൾസ് ആണ് ബേസിക്കലി. എങ്ങനെയാണ്? ഹൗ ടു മൂവ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ബേസ്ഡ് ഓൺ ദ സിമ്പിൾ ഇറ്റ് ജസ്റ്റ് റെഡ്, റൈറ്റ്? ഇപ്പോൾ ഏത് സിമ്പിൾ വായിച്ചു, ഏത് ഇൻപുട്ട് വായിച്ചു, ആ ഇൻപുട്ട് എടുത്തിട്ട് ഏത് സ്റ്റേറ്റിലോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ട്രാൻസിഷൻസ് ആണ്. ബേസിക്കലി അതെന്തായിരിക്കും? സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും, റൈറ്റ്? ഇനി നാലാമത്തെ കാര്യം നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കലി കാണണമെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മൾ കോഫി വെൻഡിങ് മെഷീനിലാണെങ്കിൽ അതെന്തായിരുന്നു? S0 ആയിരുന്നു, റൈറ്റ്? ഒരു പൈസയും വന്നിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റും കൂടെ പറയും. സോ എ ഡെസിഗ്നേറ്റഡ് സ്റ്റേറ്റ് വെയർ ദ മെഷീൻ ഓൾവേസ് ബിഗിൻസ്, റൈറ്റ്? സോ ഫൈനൈറ്റ് ഓട്ടോമേറ്റിൻ്റെ നാലാമത്തെ കാര്യമാണിത്. ഇനി അഞ്ചാമത്തെ കാര്യം അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്, റൈറ്റ്? ഈ സ്റ്റേറ്റ് മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല, റൈറ്റ്? ഇറ്റ് ഷുഡ് റീച്ച് സം അക്സെപ്റ്റിംഗ് ഓർ ഫൈനൽ സ്റ്റേറ്റ്. ആ ഫൈനൽ സ്റ്റേറ്റിൽ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്, റൈറ്റ്? ദറ്റ് മീൻസ് അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. നമ്മൾ ഈ ഇത്രയും കൊടുത്ത ഇൻപുട്ട് സിമ്പിൾസ് അവസാനം വന്ന് എത്തിച്ചേരുന്ന ഇവിടെയാണ് ഫൈനൽ സ്റ്റേറ്റ്. സോ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും. ഇത് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം, ഇറ്റ് ക്യാൻ ബി 1 or more than 1 സ്റ്റേറ്റ്. ഓക്കെ, സോ ഒരു സ്റ്റേറ്റ് മാത്രമായിരിക്കത്തില്ല ഫൈനൽ സ്റ്റേറ്റ്, ഇറ്റ് ക്യാൻ ബി മോർ ദാൻ 1 സ്റ്റേറ്റ്. നമ്മൾ യൂസ് ചെയ്ത എക്സാമ്പിളിൽ ഒരൊറ്റ സ്റ്റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ അർത്ഥം
ഒരു സ്റ്റേറ്റ് തന്നെ ആയിരിക്കും നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ സ്റ്റേറ്റ്. Okay, now if the machine finishes reading the entire input string and lands in one of these states, it means the string is accepted, right? Simple ആണ്, right? ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇൻപുട്ട് മാറി ഓരോ സ്റ്റേറ്റ് മാറി അവസാനം നമ്മൾ കൊടുത്തിരിക്കുന്ന കുറേ ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ട്. ആ ഫൈനൽ സ്റ്റേറ്റ്സിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ട് അത് വന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ കൊടുത്ത അത്രയും ഇൻപുട്സും അക്സെപ്റ്റബിൾ ആയി എന്ന് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ സ്ട്രിങ് അക്സെപ്റ്റബിൾ ആയി എന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മുടെ എക്സാമ്പിൾ ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റ്സ് എന്താണ്? S0, S5, S10, S15 ആണ്. സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്താണ്? S0 ആണ്, റൈറ്റ്? ഇപ്പോൾ സ്റ്റേറ്റ് എന്താണ്? സ്റ്റാർട്ട് സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് എന്താണ്? ഒരൊറ്റ ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ, S15. ബട്ട് ഇറ്റ് ഡസ് നോട്ട്, അഗെയിൻ ഐ റിപ്പീറ്റ്, ഇറ്റ് ഡസൻ മീൻ ദാറ്റ് finite automata has only one state. Wrong. It can have more than one state as final state also. Right, so final state you can see adana final state S15 can be more than one state. Okay, now endana transition എന്ന് പറയുന്നത്? current state comma ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും പുതിയ സ്റ്റേറ്റിലോട്ട് മാറുന്നതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ട്രാൻസിഷൻ. നൗ ഇനി ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ 2 ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് നമ്മൾ നോക്കും. അതിൻ്റെ അതായത് നമ്മുടെ ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടോപ്പിക്, റൈറ്റ്? സോ വാട്ട് ആർ ദേ? DFA. DFA എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. അതുപോലെ NFA എന്നർത്ഥം നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, റൈറ്റ്? സോ DFAയുടെ കാര്യം, DFAയുടെ ഫുൾ ഫോം എന്താണ്? പറഞ്ഞതുപോലെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്നത്, പ്രെഡിക്റ്റബിൾ ആയിരിക്കുന്നത്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ചില കാര്യങ്ങൾ. അതാണ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്നത് പറയുന്നത്, റൈറ്റ്? സോ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ് ഒരു ആൽഫബറ്റ് ഉണ്ട് നമുക്ക് 0, 1, റൈറ്റ്? അതുപോലെ ആ ആൽഫബറ്റിന് സ്റ്റേറ്റ്സ് ഉണ്ട് S1, S2 ആൻഡ് S3. ഓക്കെ, അതിന് ഇനീഷ്യൽ സ്റ്റേറ്റ് S1 ആണെന്ന് വിചാരിക്കുക, അതിന് ഫൈനൽ സ്റ്റേറ്റ് S3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഫോർ എവറി സ്റ്റേറ്റ് ആൻഡ് എവറി ഇൻപുട്ട് സിമ്പിൾ ദർ ഇസ് എക്സാക്ട്ലി വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് യു ക്യാൻ ഗോ ടു. അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് യു ക്യാൻ സീ ഓവർ ഹിയർ S1 ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഒരൊറ്റ സ്റ്റേറ്റിലേ പോവുള്ളൂ, റൈറ്റ്? സോ S1 0 എടുത്തിട്ട് S2 സ്റ്റേറ്റിലോട്ട് പോവാണ്. അപ്പം നമ്മൾ നേരത്തെ എന്താ കണ്ടത്? ഫോർ എവറി സ്റ്റേറ്റ് ആൻഡ് എവറി ഇൻപുട്ട് സിമ്പിൾ ദർ ഇസ് എക്സാക്ട്ലി വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് യു ക്യാൻ ഗോ ടു. സോ S1 0 എടുത്തിട്ട് ഒരൊറ്റ സ്റ്റേറ്റിലോട്ടേ പോകുള്ളൂ, 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ട്. സി യു ക്യാൻ സി ഓവർ ഹിയർ ഇറ്റ് ഡസൻ ഗോ ടു സി. ഇവിടെ നമ്മൾ ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് വേറെ സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. യു ക്യാൻ സി ഇറ്റ്, റൈറ്റ്? സോ S1 0 എടുത്തിട്ട് ഒരൊറ്റ സ്റ്റേറ്റിലോട്ട്. സോ ഒരു ഇൻപുട്ട് സ്റ്റേറ്റിന് ഒരു സിമ്പിൾ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ? ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നൗ സോ സി ആൻഡ് ഓൾസോ ദർ മസ്റ്റ് ബി എ ഡിഫൈൻഡ് ട്രാൻസിഷൻ ഫോർ എവറി ഇൻപുട്ട് സിമ്പിൾ ഇൻ ഇറ്റ്സ് ആൽഫബറ്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സി എത്ര ആൽഫബറ്റിൽ എത്ര സിമ്പിൾസ് ഉണ്ട്? 0 and 1, റൈറ്റ്? അപ്പോൾ S1 നിന്നും 0 വന്നു, S2 പോയി. സോ വാട്ട് അബൌട്ട് S1 1 വരുമ്പോൾ എന്താണ്? അത് നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഓരോ സ്റ്റേറ്റിൽ നിന്നും എത്ര ഇൻപുട്ടിൽ എത്ര ആൽഫബറ്റ് ഉണ്ട്, ആ ആൽഫബറ്റിൽ എത്ര സിമ്പിൾസ് ഉണ്ടോ, ആ 2 സിമ്പിൾസ് ആണെങ്കിൽ 2 സിമ്പിൾസും ആ ഒരു സ്റ്റേറ്റിന് കാണിക്കണം, റൈറ്റ്? അതാണ് നമ്മൾ തേർഡ് പോയിന്റ് നമ്മൾ കണ്ടത്. ദർ മസ്റ്റ് ബി എ ഡിഫൈൻഡ് ട്രാൻസിഷൻ ഫോർ എവറി ഇൻപുട്ട് സിമ്പിൾ ഇൻ ഇറ്റ്സ് ആൽഫബറ്റ്. ഇപ്പം ആൽഫബറ്റിൽ 3 ഇൻപുട്സ് ആണുള്ളെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും 3 ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും എങ്ങോട്ടൊക്കെ പോകും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കാണിക്കണം. ഒരു ഇൻപുട്ട് മാത്രം കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് മാത്രം കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ സിമ്പിൾസിലും എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കാണിക്കണം. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം ഇതിനകത്ത് ആംബിഗ്യൂറ്റി ഇല്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് ഓരോ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻഡ് ആണ് എങ്ങോട്ടേക്ക് പോകുന്നുള്ള കാര്യം. അതുകൊണ്ട് അതിനകത്ത് ആംബിഗ്യൂറ്റി വരുന്നില്ല, പ്രോബ്ലംസ് അതിനകത്ത് വരുന്നില്ല, കൺഫ്യൂഷൻ അതിനകത്ത് വരുന്നില്ല, റൈറ്റ്? ഇൻകൺസിസ്റ്റൻസി അതിനകത്ത് വരുന്നില്ല. ഓക്കെ, സോ ഇനി സോ യു ക്യാൻ സി ഫോർ അടുത്ത അതുപോലെ സി എല്ലാ സ്റ്റേറ്റ്സിനും എന്താണ്? S2 ആയിക്കോട്ടെ, S3 ആയിക്കോട്ടെ, നമുക്ക് എന്താണ്? എല്ലാ ഇൻപുട്സ് നമ്മൾ കൊടുത്ത് അവസാനം ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സോ വൺ മോർ തിങ് ഇസ് ദർ. ഇറ്റ് ഈസ് വെരി സിംപ്ലർ വൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വളരെ ഈസിയാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് NFA. ഇതെന്താണ്? നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റൻ ആണ്.
റൈറ്റ്. ഇതിനകത്ത് എന്താ പറയുന്നത്? ഫോർ എ ഗിവൻ സ്റ്റേറ്റ് ആൻഡ് ഇൻപുട്ട് സിമ്പിൾ ദർ മൈറ്റ് ബി 0, 1 ഓർ മൾട്ടിപ്പിൾ നെക്സ്റ്റ് സ്റ്റേറ്റ്സ് യു ക്യാൻ ഗോ. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, 1 ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേറ്റ്സ് നമുക്ക് പോകാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യു ക്യാൻ സീ ഹിയർ S1ൽ നിന്നും 1 എടുത്തിട്ട് എന്താണ് S1ലോട്ട് തന്നെ പോകുന്നു. നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. S1ൽ നിന്നും 1 എടുത്തിട്ട് S2ലോട്ടും പോകുന്നുണ്ട്. റൈറ്റ്. ഇത് നമ്മുടെ DFAയിൽ പോസിബിൾ അല്ല, ഇത് NFAയിൽ മാത്രമേ പോസിബിൾ. യു ക്യാൻ സീ ഡെൽറ്റ ട്രാൻസിഷൻ നോക്കിക്കേ. S1ൽ നിന്നും 1 എടുത്തിട്ട് S1ലോട്ട് പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡെൽറ്റ S1ൽ നിന്നും 1 എടുത്തിട്ട് S2ലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ 2 പോസിബിൾ സ്റ്റേറ്റ്സിലോട്ട് പോവാണ്. അത് DFAയിൽ പോസിബിൾ ആയിരുന്നില്ല, പക്ഷെ NFAയിൽ അത് ക്വൈറ്റ് പോസിബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. സോ മൂന്നാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ ഓൾസോ ഹാവ് എപ്സൈലോൺ ട്രാൻസ്ലേഷൻസ്. ദാറ്റ് മീൻസ് ഒന്നും റീഡ് ചെയ്യാതെയും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് മാറാൻ പറ്റും. നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എപ്പോഴും എന്താണ്, ഒരു സ്റ്റേറ്റിന് ഒരു ഇൻപുട്ട് കിട്ടുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരു സ്റ്റേറ്റ് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുള്ളൂ. പക്ഷേ NFA എന്താ പറയുന്നത്? ഒന്നും കൊടുത്തില്ല എങ്കിലും ചിലപ്പോൾ വേറെ സ്റ്റേറ്റിലോട്ട് പോവാം. അങ്ങനെ ഒരു എന്താണ് പ്രൊവിഷൻ ഇതിനകത്ത് ഉണ്ട്. ഓൾറൈറ്റ്. നൗ നാലാമത്തെ കാര്യം എന്താണ്? ഇറ്റ് ക്യാൻ ബി ആംബിഗ്യുവസ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പല പാത്തിലോട്ട് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ആംബിഗ്യുവസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എന്താണ്, ഇത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. കോംപ്ലക്സ് ഇൻ നേച്ചർ ആണ്. പക്ഷേ എന്താണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ്, ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്, പല രീതിയിലും പോകാൻ പറ്റും. റൈറ്റ്. സോ അതിൻ്റെ നേച്ചർ കോംപ്ലക്സ് ആണ്. റൈറ്റ്. പക്ഷേ ഡിസൈൻ ഈസി ആണ്. റൈറ്റ്. സോ നമ്മൾ NFAയുടെയും DFAയുടെ ഓവർവ്യൂ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ മോഡ്യൂളിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കും യു വിൽ ബി ഏബിൾ ടു കൺസ്ട്രക്ട് മെനി DFAs ആൻഡ് NFAs. ഓക്കെ. സോ ലെറ്റ് us try to understand formally what is deterministic finite automata. Right. So number one thing is you have to understand it has defined as a 5 tuple. 5 tuple എന്ന് പറയുമ്പോൾ 5 terms ഉണ്ട് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. So you can name it as M is equal to Q, sigma, delta, Q0, F. റൈറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. M എന്ന് പറയുമ്പോൾ മെഷീൻ ആണ് കാണിക്കുന്നത്. റൈറ്റ്. സോ DFA is a finite machine automaton which has 5 tuples. Okay. So Q എന്താണ് പറയുന്നത്? It's a finite non-empty set of states. കോഫി വെൻഡിങ് മെഷീനിൽ S0, S1, S2, S3 S0, S5, S0, S5, S10, S15. റൈറ്റ്. അതുപോലെ ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനാണ് നമ്മൾ Q വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സിഗ്മ എന്തായിരിക്കും? കറക്റ്റ്. നിങ്ങൾ ആലോചിക്കുന്നത് തന്നെ, വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് കോൾഡ് ദി ആൽഫബറ്റ്. റൈറ്റ്. ആൽഫബറ്റിനെയാണ് സിഗ്മ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാം, ഡെൽറ്റ ഈസ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. ട്രാൻസിഷൻ ഫംഗ്ഷൻ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് കൊടുക്കും. യു ക്യാൻ സി ഓവർ ഹിയർ, നമ്മൾ എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്നും യു ക്യാൻ സി വൺ സ്റ്റേറ്റ്. ഈ Q എന്താ ഡിനോട്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഒരു ആൽഫബറ്റിന്റെ ഒരു സംഭവം നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ് മൂവ്സ് ടു അനദർ സ്റ്റേറ്റ്. റൈറ്റ്. സോ അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ. അതാണ് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഡിഫൈൻസ് ഫോർ എവറി സ്റ്റേറ്റ് ദാറ്റ് Q ബിലോങ്സ് ടു Q ആൻഡ് എവറി ഇൻപുട്ട് സിമ്പിൾ A ബിലോങ്സ് ടു സിഗ്മ എക്സാക്ട്ലി വൺ യുണീക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കാര്യം. ദാറ്റ് ദി ഓട്ടോമേറ്റൻ വിൽ മൂവ് ടു. ഒരൊറ്റ സ്റ്റേറ്റിലോട്ട് മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. ഓൾറൈറ്റ്. ദാറ്റ് ബിക്കംസ് യുവർ ഡെൽറ്റ. ഓൾറൈറ്റ്. സോറി. ഓക്കെ. ഇനി അടുത്ത എന്താണ് നമ്മുടെ Q0. ഓക്കെ. സോ ദിസ് പ്രോപ്പർട്ടി ഓഫ് ഹാവിങ് എക്സാക്ട്ലി വൺ ഡിഫൈൻഡ് ട്രാൻസിഷൻ മേക്സ് ഇറ്റ് ഡിറ്റർമിനിസ്റ്റിക്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇതിങ്ങനെ ഒരു യുണീക്ക് സ്റ്റേറ്റിലോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. മറ്റേതിൽ എന്തായിരുന്നു? ഒരു ഇൻപുട്ട് എടുത്തിട്ട് പല സ്റ്റേറ്റിലോട്ട് പോവാം. സോ ദാറ്റ് മേക്സ് ഇറ്റ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഇൻ നേച്ചർ. നൗ Q0 എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റ്. മെഷീൻ തുടങ്ങുന്ന സ്റ്റേറ്റ് ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. റൈറ്റ്. അപ്പോൾ F എന്തായിരിക്കും? എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അഗെയിൻ, ഫൈനൽ സ്റ്റേറ്റ്സ് എന്നാണ്. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ്സ് ആവാം. ഓൾറൈറ്റ്. സോ യു ക്യാൻ സി എഫ് ആണ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. എഫ് എന്തായിരിക്കും? Qന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. Qയിൽ എന്തുണ്ട്? Qയിലെല്ലാം യു ഹാവ് ഓൾ സെറ്റ്സ് ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സിന്റെ ഒരു സെറ്റിൽ ആ മെഷീനിലുള്ള എല്ലാ സ്റ്റേറ്റ്സും അതിനകത്തുണ്ട്. ഓൾറൈറ്റ്. സോ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ സ്റ്റേറ്റ്സിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓൾറൈറ്റ്.
So if after processing an entire input string, the automaton is in one of these states, അപ്പോൾ എന്തായിരിക്കും? ദ സ്ട്രിങ് ഇസ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അപ്പോൾ അക്സെപ്റ്റബിൾ സ്റ്റേറ്റിലോട്ട് അത് പോകും. അതർവൈസ് അതെന്തായിരിക്കും? റിജക്റ്റഡ് ആയിരിക്കും. സോ എഫ് അതാണ്. ഓൾറൈറ്റ്, ഓക്കെ. നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സി യു ക്യാൻ സി എം ഈസ് ഈക്വൽ ടു Q0, Q1, Q2, Q3. ഇതെന്താണ്? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. റൈറ്റ്, ദാറ്റ് ഈസ് Q. നൗ 0, 1 എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആൽഫബറ്റ് ആണ്, നമ്മുടെ സിഗ്മ. ഡെൽറ്റ നമുക്കറിയാം, ട്രാൻസിഷൻ ആണ്. Q0 എന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. വാട്ട് ഈസ് Q2? ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് Q2ലോട്ട് നമ്മൾ വായിച്ച് Q2ലോട്ട് എത്തുവാണെങ്കിൽ അത് അക്സെപ്റ്റഡ് ആയി എന്നതിൻ്റെ അർത്ഥം. റൈറ്റ്, സോ Q2 ഇവിടെ എന്താണ്? ഇവിടെ ഒരൊറ്റ ഫൈനൽ സ്റ്റേറ്റേ ഉള്ളൂ. അഗെയിൻ യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഷോ ട്രാൻസിഷൻ വി യൂസ് എ ടേബിൾ. ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ കാണിക്കുന്നത്. റൈറ്റ്, ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടി ട്രാൻസിഷൻ ടേബിൾ യൂസ് ചെയ്ത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് us see. കറണ്ട് സ്റ്റേറ്റിന് വേണ്ടി ഒരു കോളം ഉണ്ട്. ഇൻപുട്ട് 0 ആൻഡ് ഇൻപുട്ട് 1. 0, 1, 3 രണ്ട് ഇൻപുട്ടേ ഉള്ളൂ. ട്രാൻസിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സപ്പോസ് സി Q0, Q1, Q2, Q3 ഇത്രയും നമ്മുടെ സ്റ്റേറ്റ്സ് ഉണ്ട്. Q0യിൽ നിന്നും, Q0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, Q0യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും നമ്മൾ. സോ Q0 സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, അതിങ്ങനെ ഒരു ആരോ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആരോ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓൾറൈറ്റ്, സോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ 0 എടുക്കുവാണെങ്കിൽ Q0, 0 യു ക്യാൻ സി Q0, 0 എടുക്കുവാണെങ്കിൽ എങ്ങോട്ടേക്ക് പോവും? Q1ലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നതാണ് ഇവിടെ വരുന്നത്. സോ Q0യിൽ നിന്നും 0 സ്റ്റേറ്റ് എടുത്തിട്ട് Q1ലോട്ട് വരും. സോ യു ക്യാൻ സി ഓവർ ഹിയർ 0 എടുത്തു, 0 സ്റ്റേറ്റ് എടുത്തിട്ട് Q1ലോട്ട് വന്നു. നൗ വി ആർ ആക്ച്വലി കൺസ്ട്രക്ടിങ് എ DFA. ഓക്കെ, Q1ലോട്ട് വന്നു. അതുപോലെ എല്ലാ നമ്മൾ നേരത്തെ പഠിച്ചാൽ Q0യിൽ നിന്നും നമ്മൾ 0 എത്ര ആൽഫബറ്റിൽ എത്ര സിമ്പിൾസ് ഉണ്ട്? 0 ആൻഡ് 1 സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കാണിക്കണം. അപ്പോൾ Q0, 0 മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സോ വാട്ട് അബൌട്ട് Q0, 1? അത് നമ്മളിവിടെ ട്രാൻസിഷൻ സിമ്പിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Q0 നിന്ന് 1 എടുത്തിട്ട് Q3ലോട്ട് പോകും. അപ്പോൾ 1 വരുമ്പോഴത്തേക്കും വേർ ഇറ്റ് ഈസ് ഗോയിങ്? 3ലോട്ട്. സോ Q0യിൽ നിന്നും 1 എടുത്തിട്ട് Q3ലോട്ട് വന്ന്, അതാണ് നമ്മൾ ഡയഗ്രാമാറ്റിക്കലി കാണിക്കുന്നത്. Q0യിൽ നിന്ന് 1 എടുത്തിട്ട് Q3ലോട്ട് വന്നു. നൗ അതുപോലെ എല്ലാ സ്റ്റേറ്റ്സിനും ചെയ്യണം. Q1 നിന്നും 0 എടുക്കുമ്പോഴത്തേക്കും Q1ലോട്ട് തന്നെ വന്നു. സോ Q1, 0 എടുത്തിട്ട് Q1, യു ക്യാൻ സി എ ലൂപ്പ്. റൈറ്റ്, Q1 നിന്നും 0 എടുക്കുമ്പോഴത്തേക്കും എങ്ങോട്ടേക്കാണ് വരുന്നത്? Q1ലോട്ട് തന്നെയാണ് വരുന്നത്. ഇൻ ദിസ് ടേബിൾ ഓൾസോ Q1, 0, Q1. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് വാട്ട്സ് ഗോയിങ് ഓൺ. സോ Q1ൽ അഗെയിൻ 0 എടുത്തിട്ട് അപ്പോൾ Q1, 1 എടുക്കണ്ടേ? അപ്പോൾ Q1, 1 എടുക്കുമ്പോൾ ഇറ്റ് ഗോസ് ടു Q2. നൗ റിമെമ്പർ Q2ൽ നമ്മൾ യു ക്യാൻ സി രണ്ട് സർക്കിൾ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ദി ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് നമ്മളൊരു കോമൺ കൺവെൻഷൻ നൊട്ടേഷൻ നമ്മളെങ്ങനെയാണ് കാണിക്കുന്നത്? ഫൈനൽ സ്റ്റേറ്റിന് രണ്ട് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് വെച്ചിട്ട് നമ്മൾ കാണിക്കും. സോ Q2 ഈസ് വാട്ട്? ഇറ്റ് ഈസ് യുവർ ഫൈനൽ സ്റ്റേറ്റ്. സോ വാട്ട് വാസ് ദി ട്രാൻസിഷൻ? Q1ൽ നിന്നും 1 എടുത്തിട്ട് Q2ലോട്ട് പോയി. ഓൾറൈറ്റ്, സോ അതുപോലെ Q2 സ്റ്റേറ്റിൽ 0 എടുക്കുമ്പോഴത്തേക്കും Q1ലോട്ടാണ് വരുന്നത്. സോ Q2ൽ നിന്നും 0 എടുത്തപ്പോഴത്തേക്കും യു ക്യാൻ സി ഓവർ ഹിയർ ഇറ്റ് ഈസ് ഗോയിങ് ടു Q1. നൗ Q2ൽ നിന്നും 1 എടുക്കുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് പോവാണ്? Q2ലോട്ട് തന്നെ പോവാണ്. യു ക്യാൻ സി ദ ലൂപ്പ്. ഓൾറൈറ്റ്, അതുപോലെ Q3യുടെയും ചെയ്യണം നമ്മൾ. Q3യിൽ നിന്നും 0 എടുക്കുമ്പോഴത്തേക്കും Q3ലോട്ട് പോകുന്നു. Q3യിൽ നിന്നും 1 എടുക്കുമ്പോഴും Q3ലോട്ട്. ദിസ് ഈസ് അക്സെപ്റ്റബിൾ. സി Q3യിൽ നിന്നും 0 എടുക്കുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് പോകുന്നത്? Q3ലോട്ട് തന്നെ പോവാണ്. Q3യിൽ നിന്ന് 1 എടുക്കുമ്പോഴത്തേക്കും Q3ലോട്ട് പോവാണ്. സോ ഒരു സ്റ്റേറ്റിൽ നിന്നും 2 ഇൻപുട്ട് എടുത്തിട്ട് ആ സ്റ്റേറ്റിലോട്ട് തന്നെ പോകാം. പക്ഷെ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് 2 സ്റ്റേറ്റിലോട്ട് പോകാൻ പാടില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. റൈറ്റ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് 2 സ്റ്റേറ്റിലോട്ട് പോകാൻ പാടില്ല. പക്ഷെ ഒരു സ്റ്റേറ്റിൽ നിന്നും 2 ഇൻപുട്ട് എടുത്തിട്ട് അതേ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരാം. ദാറ്റ് ഇസ് നോ ഇഷ്യൂസ്. ഓൾറൈറ്റ്, സോ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് എ DFA. ഓക്കെ, നൗ ഇതിന് നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ കാണിക്കും? ഇതേ കാര്യം നമ്മൾ ട്രാൻസിഷൻ ടേബിളിൽ കാണിച്ച ഇതേ കാര്യം നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ കാണിക്കും? സി സോ ഡെൽറ്റയാണ് നമ്മൾ ട്രാൻസിഷൻ വെച്ച് നമ്മൾ കാണുന്നത്. സോ Q0യിൽ നിന്നും 0 ഇൻപുട്ട് എടുത്തിട്ട് എങ്ങോട്ടേക്ക് വന്നു? Q1ലോട്ട് വന്നു. Q0യിൽ നിന്നും 0 ഇൻപുട്ട് എടുത്തിട്ട് Q1ലോട്ട് വന്നു. അതാണ് നമ്മളിവിടെ
കാണും. ഡെൽറ്റ Q0, 0 gives you Q1. അതുപോലെ തന്നെ എന്താണ് ഡെൽറ്റ Q0, 1 is equal to Q3, right? This is the thing. Now അതുപോലെ നിങ്ങൾ പറഞ്ഞേ ഡെൽറ്റ Q1, 0 is equal to Q1. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും എല്ലാ ട്രാൻസിഷൻ ഫങ്ഷൻസ്. ദിസ് ഈസ് കോൾഡ് ആസ് ട്രാൻസിഷൻ ഫങ്ഷൻ. Alright, okay. Now we will learn something about extended transition function. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടത് എന്തായിരുന്നു, നമ്മൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ സിമ്പിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് മൊത്തമായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. വെൻ ദ ബേസിക് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഹാൻഡിൽസ് സിംഗിൾ ഇൻപുട്ട് സിമ്പിൾ അറ്റ് എ ടൈം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ കണ്ട പോലെ എങ്ങനെയായിരുന്നു ഡെൽറ്റ Q0, 0 സിംഗിൾ അറ്റ് എ ടൈം, റൈറ്റ്? The extended transition function generates this handle an entire sequence or strings. That means ഇവിടെ നമ്മൾ ഡെൽറ്റ നമ്മൾ നോക്കും അടുത്ത നമ്മൾ സ്ലൈഡിൽ ഡെൽറ്റ സ്റ്റാർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് Q0, ഒരു മൊത്തം സ്ട്രിങ്ങിന് ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ നോക്കും, റൈറ്റ്? അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത്, റൈറ്റ്? So it describes the cumulative effect of processing a string from a given starting state. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് കാണിച്ചു തരും. ഒരു മൊത്തം സ്ട്രിങ്ങിന് ഒരു ഇൻപുട്ട് ഒരു സ്റ്റേറ്റ്, യു ക്യാൻ സി ഒരു മൊത്തം സ്ട്രിങ്ങിന് ഒരു നമ്മൾ സ്റ്റേറ്റ് വെച്ചിട്ട് എങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് അവസാനം എന്ത് നമുക്ക് കിട്ടും എന്നാണ് അത് കാണിച്ചത്. ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് പ്രോസസ്സിംഗ് എ സ്ട്രിങ് ഫ്രം എ ഗിവൻ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ഒബ്വിയസ്ലി തിയറിയാണ്, നമുക്ക് അത്രയും ചിലപ്പോൾ കത്തത്തില്ല. നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സാമ്പിൾ നമ്മൾ നോക്കും. ദ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെൽറ്റ സ്റ്റാർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ടിപ്പിക്കലി റിക്കേഴ്സീവ് ബിൽഡിംഗ് അപ്പോൺ ദി ബേസിക് ഡെൽറ്റ ഫംഗ്ഷൻ. ഒരു ബേസിക് ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഡെൽറ്റ ഫംഗ്ഷൻ നമ്മൾ റിക്കേഴ്സീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെൽറ്റ സ്റ്റാർ. വി വിൽ സി, നോ ഇഷ്യൂസ്. ഓക്കെ, സോ ബേസ് കേസ് എന്തായിരിക്കും? ബേസ് കേസ് ഇസ് ദിസ് വൺ. എന്താണ് ഡെൽറ്റ സ്റ്റാർ Q, epsilon. This is not E, this is epsilon. റിക്കേഴ്സീവ് സ്റ്റെപ്പ് എന്താണ്? ഡെൽറ്റ സ്റ്റാർ Q, WA. ഇത് വരുമ്പോഴത്തേക്കും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഡെൽറ്റ ബ്രാക്കറ്റ് ഡെൽറ്റ സ്റ്റാർ QW, W ഇവിടെ എഴുതും, പുറത്ത് A എഴുതും. സി നമ്മളിത് തിയറി ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കത്തണമെന്നില്ല. നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. ഒരു എക്സാമ്പിൾ സി എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ സ്റ്റാർ 0, 1, 0, 1 ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോകുന്നു. ഓക്കെ, സോ പേ അറ്റൻഷൻ. Q0, എപ്സൈലോൺ ആണ് നമ്മുടെ ബേസിക് കാര്യം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്സൈലോൺ ട്രാൻസ്ലേഷൻ ആണ്. Q0 സ്റ്റേറ്റിൽ ഒന്നും വന്നില്ല, അപ്പോൾ എന്ത് സംഭവിക്കും? ആ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ എപ്സൈലോൺ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്റ്റേറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും, റൈറ്റ്? ഇത്രയും മനസ്സിലായി, റൈറ്റ്? സോ നെക്സ്റ്റ് എന്താണ്? സോ ദിസ് ഇസ് ദ ബേസിക് തിങ്. ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ് കഴിഞ്ഞു. നോ ഡെൽറ്റ സ്റ്റാർ Q0, 0 നമ്മൾ ഇതാ എടുക്കുന്നത്. ഈ 0 ആണ് ഇവിടെ എടുത്തത്. ഓക്കെ, ഡെൽറ്റ സ്റ്റാർ Q0, 0 അതെന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ സ്റ്റാർ എന്താണ്? ട്രാൻസിഷൻ, എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ നമ്മൾ പുറത്തിട്ടു, ബ്രാക്കറ്റിൽ ഡെൽറ്റ സ്റ്റാർ Q0, epsilon, 0. സോ ഇതെന്താണ്? ഇത്രയും സാധനം എന്തായിരുന്നു നമ്മൾ നോക്കിയത്? ഇവിടെ നമ്മൾ നോക്കിയത്, റൈറ്റ്? ഇതെന്താണ് ഇത്രയും സാധനം? Q0 ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇത്രയും കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ Q0 ആയിട്ട് എഴുതി. സോ ഡെൽറ്റ ബ്രാക്കറ്റിൽ Q0, 0 ദാറ്റ് ഈസ് Q1. സോ ഡെൽറ്റ സ്റ്റാർ Q0, 0 എന്തായി? Q1 ആയി. ഓൾറൈറ്റ്, ഇനി അടുത്ത നമ്മൾ നോക്കിയേ, ഈ അടുത്ത ആളെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ ഈ രണ്ട് ആളെയും നമ്മൾ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു. 0, 1നെയും ഇൻക്ലൂഡ് ചെയ്തു. സോ ഡെൽറ്റ സ്റ്റാർ Q0, 0, 1 എന്തായിരിക്കും? നമ്മുടെ എന്തായിരിക്കും? You can see, sorry, ഡെൽറ്റ സ്റ്റാർ Q0, 0 ആദ്യം ഇതിനെ എടുത്ത് അതിൽ കിട്ടുന്ന ആൻസർ 1 വെച്ച് ട്രാൻസിഷൻ ചെയ്യുവാണ്. സോ നമുക്കറിയാം, നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതെന്തായിരുന്നു? യു ക്യാൻ സി ദിസ് ഈസ് Q1. സോ ഡെൽറ്റ സ്റ്റാർ ഇതെന്താണ്? Q1 ആണ്. സോ ഡെൽറ്റ Q1, 1 എന്തായിരിക്കും? Q2 ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യത്തിന്റെ ആൻസർ എന്താണ്? യു ക്യാൻ സി ഇറ്റ് ഈസ് Q2.
റൈറ്റ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡെൽറ്റ സ്റ്റാർ ഒരാളെയും കൂടെ കൂട്ടി. സി യു ക്യാൻ സി, ഞാനിവിടെ എഴുതാം, ചിലപ്പോൾ അത് മറഞ്ഞാണ്. 0 1 0 1 ആയിരുന്നു. എന്ത് ചെയ്തു? ഇനി 3 പേരെയും കൂടെ എടുത്തു. 0 1 0. സോ Q0, 0 1 0 ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ സ്റ്റാർ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡെൽറ്റ സ്റ്റാർ Q0 0 1ന്റെ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? അതിനെ 0 വെച്ച് ട്രാൻസിഷൻ ചെയ്യുന്നു. റൈറ്റ്. സോ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ക്യുമുലേറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യം എന്തായിരുന്നു? Q0 0 1 അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. Q0 1. What is that? Q2. So delta Q2, 0 is equal to Q1. So 0 1 0 Q0, 0 1 0യുടെ ആൻസർ എന്താണ്? Q1 ആണ്. റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത എന്താണ്? മൊത്തം എടുത്തു നമ്മൾ 0 1 0 1. സോ Q0, 0 1 0 1ന്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്തായിരിക്കും? ഡെൽറ്റ സ്റ്റാർ Q0 0 1 0 0 1 0 എന്താണ്? Q1 ആണ്. യു ക്യാൻ സി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ സ്റ്റാർ Q0 0 1 ഇവിടെ കിട്ടുന്ന ആൻസർ 1 ഈ 1 ആണ് ഇവിടെ കാണുന്നത്. റൈറ്റ്. സോ അതെന്തായിരിക്കും? ഡെൽറ്റ Q1, 1 Q1, Q1, 1 ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ Q1, 1 എന്താണ്? Q2. അത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാനിത് ഈ സംഭവങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. ബിക്കോസ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ട്രാൻസിഷൻ ഫംഗ്ഷൻ. സോ Q2 കിട്ടും. സോ ഇത്രയും. സോ ബേസിക്കലി എന്താണ്? ഡെൽറ്റ സ്റ്റാർ 0 1 0 1 Q0 ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q2 കിട്ടും. Q2 എന്താണ്? ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ദാറ്റ് മീൻസ് 0 1 0 1 എന്ന് പറയുന്ന സ്ട്രിങ് അക്സെപ്റ്റഡ് ആയി എന്നർത്ഥം. ഇതെന്താണ്? എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓൾറൈറ്റ്. ഇനി നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഒരു സ്ട്രിങ് അക്സെപ്റ്റഡ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോകുന്നു. സപ്പോസ് നമുക്കടുത്ത് 3 സ്ട്രിങ്സ് ഉണ്ട്. 0 1 0 1, രണ്ടാമത്തെ സ്ട്രിങ് 0 0 0 0, മൂന്നാമത്തത് 1 0 0 1 0. ഓക്കെ. സോ ആദ്യത്തെ സ്ട്രിങ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇറ്റ്? 0 1 0 1. റൈറ്റ്. സോ 0 1 0 എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്യുവാണ്. Q0യിൽ 0 വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? യു ക്യാൻ സി Q0യിൽ 0 വരുമ്പോഴത്തേക്കും റെഡിൽ നമ്മൾ കാണുന്നുണ്ട് Q1ലോട്ട് വന്നു. റൈറ്റ്. ഇനി Q1ൽ ആരാണ് വരുന്നത്? ദിസ് 1. റൈറ്റ്. സോ Q1ൽ 1 വരുമ്പോൾ എന്ത് പറ്റി? Q2ലോട്ട് പോയി. പക്ഷെ സ്ട്രിങ് തീർന്നിട്ടില്ല. Q2ൽ പിന്നെയും 0 വരുവാണ്. സോ എങ്ങോട്ടേക്ക് പോകും? Q1ലോട്ട് പോകും. റൈറ്റ്. ഇനിയും ഉണ്ട് സ്ട്രിങ് Q1ൽ. പിന്നെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്? Q1ൽ നിന്നും 1 വരുമ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ച് Q2ലോട്ട് വന്നു. ദാറ്റ് മീൻസ് എന്താണ്? ഈ സ്ട്രിങ് അക്സെപ്റ്റഡ് ആണ്. കാരണം എന്താണ്? തിരിച്ച് കറങ്ങിയിട്ട് ഇതെല്ലാം ട്രാവേഴ്സ് ചെയ്ത് കറങ്ങി എങ്ങോട്ടേക്ക് വന്നു? അക്സെപ്റ്റൻസ് സ്റ്റേറ്റിലോട്ട് വന്നു, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിലോട്ട് വന്നു. വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് വൺ? 0 0 0. അത് നമുക്ക് നോക്കാം. Q0യിൽ നിന്നും 0 ആദ്യത്തെ 0 എടുക്കുമ്പോഴത്തേക്ക് എങ്ങോട്ടേക്ക് പോകും? Q1ലോട്ട് വന്നു. Q1 ഇനി അടുത്ത 0. റൈറ്റ്. അടുത്ത 0 ദിസ് 1 അതെടുക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോവാണ്? Q1ലോട്ട് തന്നെ വരുവാണ്. ഇനി Q1ൽ നിന്നും വീണ്ടും ഒരു 0 എടുക്കുവാണെങ്കിലോ വീണ്ടും ഇവിടെ തന്നെയാണ് വരുന്നത്. റൈറ്റ്. സോ എന്താണ്? അത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് വന്നോ? ഇല്ല. സോ ഫൈനൽ സ്റ്റേറ്റിലോട്ട് വരാത്തതുകൊണ്ട് അതെന്തായിരിക്കും? റിജക്റ്റഡ് ആവും. റൈറ്റ്. ഇനി മൂന്നാമത്തെ സ്ട്രിങ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്ട്രിങ് എന്താണ്? 1. Q0യിൽ നിന്ന് 1 അക്സെപ്റ്റ് ആകുമ്പോഴത്തേക്ക് എങ്ങോട്ടേക്ക് വന്നു? Q3ലോട്ട് വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു. ദെൻ എന്താണ്? Q3യിൽ നിന്നും 0 എടുക്കുമ്പോഴത്തേക്കും യു ക്യാൻ സി. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ Q3ലോട്ട് വന്നതിന് ശേഷം തിരിച്ച് ഇനി വരാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല. 0 എടുക്കുവാണെങ്കിലും അവിടെ തന്നെ ഇരിക്കും. ഇനി വീണ്ടും ഒരു 0 എടുക്കുവാണെങ്കിലും എന്താണ്? അവിടെ തന്നെ ഇരിക്കും. 1 എടുക്കുവാണെങ്കിലും അവിടെ തന്നെ ഇരിക്കും. 0. ദാറ്റ് മീൻസ് എന്താണ്? ഈ സ്റ്റേറ്റിന്, ഇങ്ങനത്തെ സ്റ്റേറ്റ് അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനത്തെ സ്റ്റേറ്റിന് നമ്മൾ എന്ത് പറയും? ട്രാപ്പ് സ്റ്റേറ്റ് എന്ന് പറയും. പെട്ടുപോയി അവിടെ. ഓൾറൈറ്റ്. സോ അതെന്താണ്? ഇതും ഈ സ്ട്രിങ്ങും അക്സെപ്റ്റബിൾ ആവത്തില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് what finite automation is, what is the difference between NFA and DFA. obviously നമ്മൾ NFA ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഓവർവ്യൂ മാത്രമാണ് തന്നിട്ടുള്ളത്. DFAയുടെ ഫോർമുല ആയിട്ടുള്ള ഡെഫിനേഷനും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നിങ്ങൾ നോക്കണം. ചില ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ. ഓൾറൈറ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.